ഹലോ ഗേസ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വി എസ് ടിയുടെ പ്ലെയർ ആയുള്ള ട്രോയിയുടെ BGMA ID ഇതാ ബാൻ ആയിരിക്കുകയാണ്. അൾട്ടിമേറ്റ് റോയലിൽ റാങ്ക് പുഷ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ട്രോയിയുടെ ID ബാൻ ആയിട്ടുള്ളത്. ഇപ്പൊ റീസെന്റ് നമുക്ക് ഒരുപാട് T1 പ്ലേയേഴ്സിന്റെ ID ഇങ്ങനെ ബാൻ ആവുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ക്രാഫ്റ്റിന്റെ ഭാഗത്തുള്ള പ്രോപ്പർ മിസ്റ്റേക്ക് ആയിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം റാൻഡം ഒരുപാട് പേരുടെ ID ഇങ്ങനെ ബാൻ ആയി പോകുന്നുണ്ട്. ഇതിൽ ഇങ്ങനെ ക്രാഫ്റ്റിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റുമ്പോൾ ഇതിൽ ഏതാണ് പ്രോപ്പർ ആയിട്ട് ബാൻ ആവുന്നത്, അല്ലെങ്കിൽ ഹാക്ക് യൂസ് ചെയ്ത് ബാൻ ആവുന്നത്, അല്ലാതെ മിസ്റ്റേക്ക് കൊണ്ട് ബാൻ ആകുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ BGSൽ പുറത്തായ ടീമുകളുടെ ലൈനപ്പിൽ ഇതാ വമ്പം മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. അതിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളെ ബാക്ക് ടു ബാക്ക് ഒഫീഷ്യൽ ചാമ്പ്യന്മാരായുള്ള RNTXന്റെ BGMA ലൈനപ്പിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് സ്കൗട്ടൊക്കെ കൺഫേം ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇപ്പൊ സ്പെക്യുലേറ്റ് ആയിട്ട് ഇങ്ങനെ ന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് സാരംഗോ സ്പ്രേഗോഡോ ലൈനപ്പിൽ നിന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളൊക്കെ അതിന്റെ കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ലിഖിത ഇ സ്പോർട്സിൽ വമ്പൻ ചേഞ്ച് ആൾറെഡി വന്നിരിക്കുകയാണ്. ഹെക്ടർ അത് കൺഫേമും ചെയ്തിരിക്കുകയാണ്. നിയോ ലിഖിത ഇ സ്പോർട്സ് ഒന്നും ലെഫ്റ്റ് ആയിരിക്കുകയാണ്. അവർ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. ഇപ്പൊ നിയോ ദാ ആ ഒരു ലൈനപ്പിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള 4 പേര്, അതായത് ഗോബ്ലിനും വൈപ്പറും നമ്മളെ സൈറക്സും കറന്റ് ലിഖിതയിൽ തന്നെയാണ് കളിക്കുന്നത്. ഇപ്പൊ റീസെന്റ് നടക്കുന്ന സ്ക്രിംസിലൊക്കെ സൈറക്സ് കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ലൈനപ്പിൽ പുതിയ പ്ലെയർ വരുമോ അതോ ഇവർ 4 പേരും ആയിരിക്കും കളിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ തേർഡ് പാർട്ടി ഇവന്റുകൾ നടക്കുന്നുണ്ട്. TMG സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന കരീബിയൻ ക്ലാഷ് 6 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ മൊത്തത്തിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ഗ്രൂപ്പിന്റെയും പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ ലിഖിത ഇ സ്പോർട്സ് 2 ചിക്കനുകളോടുകൂടി 52 പോയിന്റോടെ H1 പൊസിഷനിലേക്ക് എത്തിയാൻ സെക്കൻഡ് റാവണി സ്പോർട്സ് എത്തി 46 പോയിന്റോട്, തേർഡ് ഗോഡ്സ്ട്രെയിൻ എത്തി 45 പോയിന്റുമായിട്ട്. അറിഞ്ഞത് വെച്ചോളം ടോപ്പ് 12 ടീമുകളാണ് ഓരോ ഗ്രൂപ്പിൽ നിന്നും ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഗ്രൂപ്പ് ബിയിൽ നോക്കുകയാണെങ്കിൽ ഫോറം 58 പോയിന്റോടെ H1 പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ഡീസൽ ഇ സ്പോർട്സ് നിൽക്കുന്നുണ്ട് 49 പോയിന്റോട്, തേർഡ് FS ഇ സ്പോർട്സ് നിൽക്കുന്നുണ്ട് 47 പോയിന്റോട്. നമ്മുടെ മാക്കിന്റെ ടീമായുള്ള ജെനസിസ് ഇ സ്പോർട്സും ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് ഗ്രൂപ്പ് സിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾ ലൈക്ക് ഇ സ്പോർട്സ് 57 പോയിന്റോടെ H1 നിൽക്കുന്നുണ്ട്. ആൻഡ് SOA 40 പോയിന്റോടെ സെക്കൻഡ് പൊസിഷനിലും DC സ്പോർട്സ് 39 പോയിന്റോടെ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 12 ടീമുകൾ ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇന്ന് ക്വാർട്ടർ ഫൈനൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. TMG ഗെയിമിങ്ങിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പോർട്സിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഇതാ ഒരു ഇന്ത്യൻ ടീമിന് CS മേജറിലേക്ക് ഇൻവൈറ്റ് കിട്ടിയിരിക്കുകയാണ്. അതായത് CS2 ഒരു മേജർ ഇവന്റിലേക്ക് ഇൻവൈറ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഗോഡ്സ്ട്രെയിൻ ആണ് ഈ ഒരു ഇൻവൈറ്റ് കിട്ടിയിട്ടുള്ളത്. ഓസ്റ്റിൻ മേജർ CS2ലേക്കാണ് ഗോഡ്സ്ട്രെയിന് ഇൻവൈറ്റ് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ടീമിന് ഈ ഒരു ബ്ലാസ്റ്റ് പ്രീമിയറിലേക്ക് ഇൻവൈറ്റ് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം ബ്ലാസ്റ്റ് പ്രീമിയർ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് സ്പോർട്സുമായിട്ട് നമ്മുടെ ജിയോ അല്ലെങ്കിൽ റിലയൻസ് കൊളാബറേഷനിലേക്ക് വന്നിട്ട് പാർട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. മേ ബി അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇന്ത്യൻ ടീമിനെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റാങ്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ ഗോഡ്സ്ട്രെയിൻ CS2യുടെ ആ ഒരു റാങ്കിങ് കുറച്ച് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഗോഡ്സ്ട്രെയിൻ ഇന്ത്യയെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇവന്റിൽ കളിക്കുന്നുണ്ട്. ആൾറെഡി നമ്മളെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലെ അല്ലെങ്കിൽ ഏഷ്യൻ ഇവന്റിലേക്കും നമ്മുടെ ഗോഡ്സ്ട്രെയിൻ ക്വാളിഫൈ ആയിട്ട് അല്ലെങ്കിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ എന്തായാലും ആ ഒരു ഇവന്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ ഒരു വമ്പൻ ഇഷ്യൂ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. പ്രിൻസ് ഓജിയെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മെഡലി സ്പോർട്സിന്റെ BGMA IGLായുള്ള പ്രിൻസ് ഓജി ഒരു മൈനർ ഗേളിനെ സെക്ഷലി ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു എക്സ്പോസിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആ ഒരു മൈനർ ഗേളിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസ് ഓജിയെ ഫുള്ളി എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിലാണ് നമ്മളുടെ ആ ഒരു മൈനർ ഗേളിന്റെ കൺഫെഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചാൽ പ്രിൻസോജി ലെഫഡ മൈമർ എന്ന് പറഞ്ഞ ആ ഒരു ആളുമായിട്ട് ലൈവിൽ വന്നിട്ട് ഏകദേശം ഈ ഒരു കുറ്റസമ്മതം പോലെ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രിൻസോജിയുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കമ്മ്യൂണിറ്റി മൊത്തത്തില് പ്രിൻസോജിക്ക് എഗെയിൻസ്റ്റ് തന്നെയാണ്. പ്രിൻസോജി ചെയ്തത് ഭയങ്കര തെറ്റാണ്. ലീഗലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ വരെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്രൈമാണ് നമ്മുടെ പ്രിൻസോജി ചെയ്തിട്ടുള്ള. ഗോൾഡി ബായ് അതേപോലെ നിയോ അമർ എല്ലാവരും അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മെഡലി സ്പോർട്സിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രിൻസോജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. എന്തെങ്കിലും രീതിയിൽ പ്രിൻസോജി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷനും കാര്യങ്ങളൊക്കെ മെഡലി സ്പോർട്സ് എടുക്കുന്നതാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് മെഡലി സ്പോർട്സിന്റെ ഭാഗത്തുനിന്നുള്ള അനൗൺസ്മെന്റ് കാണാനായിട്ട് സാധിച്ചത്. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ BGMA വീണ്ടും ബാൻ ആവും. നമ്മുടെ BGMAയുടെ ഡെവലപ്പേഴ്സ് ആയുള്ള ക്രാഫ്റ്റിനെതിരെ ഒരു FIR ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് എന്ന് പറയുന്നത് നമ്മളെ യൂസേഴ്സ് ഡാറ്റ 2000 രൂപ, അതായത് പെർ യൂസറിന്റെ ഡാറ്റ 2000 രൂപക്ക് ടെലിഗ്രാമിൽ സെല് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റിനെതിരെ FIR ഫയൽ ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 15 അതിന്റെ ഹിയറിങ്ങും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്
ക്രാഫ്റ്റിന്റെ എതിരെയാണ് അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ BGMA ചിലപ്പോൾ വീണ്ടും ബാൻ ആവാനുള്ള ചാൻസ്. ആൻഡ് ഇതിൽ നമുക്ക് ക്രാഫ്റ്റിന്റെ റിപ്ലൈയും കാണാനായിട്ട് സാധിച്ചു. പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ് അവരുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഹൈ സ്റ്റാൻഡേർഡ് കൂടി സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് ഡാറ്റാസ് സെക്യൂർ ചെയ്യുന്നതെന്നുമാണ് ക്രാഫ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലീഗൽ ആക്ഷൻ നടക്കുന്നുണ്ട്. അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷമായിരിക്കും ക്രാഫ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്താൻ പറ്റും. ബൈ.